ഇസ്രായേലിൻ്റെ ഖത്തർ ആക്രമണത്തിന് ശേഷം ദോഹയിൽ നടന്ന അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടിയായിരുന്നു പോയ വാരത്തിലെ പ്രധാന വാർത്തകളിലൊന്ന്. അപലപിച്ച് പിരിയുന്നതിന് പകരം സംയുക്തമായൊരു ആക്ഷൻ പ്ലാനിലേക്കാണ് ഈ രാജ്യങ്ങൾ നീങ്ങുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ദോഹയിൽ നിന്നും അബ്ബാസ് മുഹമ്മദ്. ഖത്തറിന് സമ്പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇസ്രായേലിനെതിരെ ശക്തമായി സംസാരിക്കുകയും ചെയ്യുന്നതായിരുന്നു ദോഹയിൽ ചേർന്ന അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയാണ് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. തൻ്റെ രാജ്യം ആക്രമിക്കപ്പെട്ടു എന്ന് മാത്രം പറയുകയായിരുന്നില്ല ഖത്തർ അമീർ ഷെയ്ഖ് തമീം. സമാധാനം ചർച്ച ചെയ്യാനെത്തിയ ഒരു സംഘത്തിന് നേരെ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ച് കടന്നു കയറുകയായിരുന്നു ഇസ്രായേൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഹമാസ് നേതൃത്വത്തെ ഇല്ലാതാക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെങ്കിൽ പിന്നെ എന്തിനാണ് അവരുമായി ചർച്ചയ്ക്ക് ഒരുങ്ങിയത് എന്ന അമീറിൻ്റെ ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ കിടക്കുന്നു. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ദോഹയിലെ അടിയന്തര അറബ് ഇസ്ലാമിക ഉച്ചകോടി. ആക്രമണം നടന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിലെത്തിയത് റജബ് തൊയ്യിബ് ഉർദുഗാൻ, അബ്ദുൽ ഫത്താഹ് അൽ സിസി, മുഹമ്മദ് ബിൻ സൽമാൻ, മസൂദ് പെസഷ്കിയാൻ, അൻവർ ഇബ്രാഹിം എന്നിങ്ങനെ എണ്ണം പറഞ്ഞ അറബ് രാഷ്ട്ര നേതാക്കൾ. ഇസ്രായേലിന്റെ നിഷ്ഠുരമായ ആക്രമണത്തിനെതിരെ പ്രതികരിക്കാൻ ഖത്തർ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശമാണ് ഈ ഉച്ചകോടി നൽകുന്ന ആദ്യ പാഠം. تبعد الآلاف الأميال عن المكان الذي انطلقت منه الطائرات المعتدية هي دولة وساطة تبذل منذ عامين جهود مضنية من أجل التوصل إلى تسوية توقف الحرب القاتلة المدمرة التي تشن على الشعب الفلسطيني في قطاع غزة بين منظمة التعاون الإسلامي وجامعة الدول العربية، وذلك بسبب جرائم الإبادة الجماعية التي ترتكبها إسرائيل في غزة. അപലപിച്ച് പിരിയുന്ന പതിവ് കെട്ടുകാഴ്ചകളിൽ നിന്ന് ഭിന്നമായിരുന്നു ദോഹയിലെ ഉച്ചകോടി. അടച്ചിട്ട മുറിയിൽ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ മണിക്കൂറുകൾ നീണ്ട ചർച്ച നടന്നു. രാഷ്ട്രീയ ബഹിഷ്കരണം പോലുള്ള പ്രകടമായ ഉത്തരങ്ങൾ മുമ്പോട്ട് വച്ചില്ലെങ്കിൽ പോലും അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഉച്ചകോടി ഉണ്ടാക്കിയ പ്രതിഫലനം ചെറുതല്ല. ഐക്യബോധത്തോടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടതിൻ്റെ പ്രാധാന്യം മുമ്പെന്നത്തേക്കാളും രാഷ്ട്രങ്ങൾക്ക് ബോധ്യമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ അങ്ങ് മേലിൽ കയറേണ്ട എന്ന സന്ദേശവും ലോകത്തിന് കൈമാറാനായി. ഉച്ചകോടിക്ക് പിന്നാലെ പ്രതിരോധ മേഖലയിൽ GCC രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി പുതിയ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ തീരുമാനമെടുത്തത് നിർണായക വഴിത്തിരിവാകുമെന്നാണ് പ്രതീക്ഷ. നാറ്റോ മാതൃകയിലുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണത്തിന് സാധ്യതകളില്ലെങ്കിലും ഏകീകൃത കമാൻഡിനു കീഴിൽ ഇൻ്റലിജൻസ് വിവരങ്ങൾ പങ്കുവെക്കാനും വ്യോമ മേഖലയിലെ സഹകരണത്തിനും GCC രാഷ്ട്രങ്ങൾ ധാരണയായിട്ടുണ്ട്. ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കുന്നതും സംയുക്ത വ്യോമാഭ്യാസ പ്രകടനങ്ങളും പരിഗണനയിലാണ്. ചെങ്കടലും പേർഷ്യൻ ഉൾക്കടലും അറബിക്കടലും അതിരിടുന്ന ജലാതിർത്തിക്കും ഇറാഖും ജോർദാനും യമനും പങ്കിടുന്ന കരാതിർത്തിക്കുമുള്ളിലാണ് GCC രാഷ്ട്രങ്ങളുടെ കിടപ്പ്. ജോർദാനും അപ്പുറത്തു നിന്നാണ് വിഭവസമൃദ്ധിയും രാഷ്ട്രീയ സുസ്ഥിരതയുമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇസ്രായേൽ നീക്കങ്ങൾ. ഇതിനെ ഏതു വിധേനയും തടയിടാനാണ് GCC രാഷ്ട്രങ്ങളുടെ ആലോചന. അടിയെ തിരിച്ചടി കൊണ്ട് നേരിടുക എന്ന പ്രാകൃത മുറയല്ല ഈ സംഘർഷത്തിൽ ഖത്തർ സ്വീകരിച്ചത്. അന്താരാഷ്ട്ര കോടതി പോലുള്ള രാജ്യാന്തര വേദികളിൽ ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യുന്നതടക്കമുള്ള നയതന്ത്ര പരിഹാരങ്ങൾക്കാണ് അറബ് ലോകത്തിൻ്റെ പിന്തുണയോടെ രാജ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതെന്ന് എപ്പോൾ വിജയത്തിലെത്തുമെന്ന് പറയുക നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അസാധ്യമാണ്.